മറ്റു വാർത്തകളിലേക്ക് വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി ഉടൻ പരിഗണിക്കില്ല. ഈ മാസം 16 വാദം കേൾക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങളുമായി ചേരുന്നു. അസ്ലം, എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത്? ഈ വരുന്ന വ്യാഴാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി ചില ദിവസങ്ങളിൽ അവധിയാണ്. അതിനാലാണ് ഈ കേസ് ഇപ്പോൾ 16-ാം തീയതി പരിഗണിക്കാം എന്ന തീരുമാനത്തിലേക്ക് ചീഫ് ജസ്റ്റിസ് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ശ്രദ്ധയിൽ ഹർജികൾ കപിൽ സിബൽ ഹർജി ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ സമയത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇതിലൊരു തീരുമാനം എടുക്കാമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അറിയിച്ചത്. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടായില്ല. പകരം ഇന്ന് രാവിലെ സുപ്രീം കോടതി രജിസ്ട്രാറോട് ഇത് 16-ാം തീയതിക്ക് ലിസ്റ്റ് ചെയ്യാനായി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ 16-ാം തീയതി മാത്രമായിരിക്കും ഈ കേസ് പരിഗണിക്കുക. വരും ദിവസങ്ങളിൽ നിരവധി കേസുകൾ സുപ്രീം കോടതി നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്തിരുന്നു. അത് വിശദമായി വാദം കേൾക്കേണ്ട കേസുകളാണ്. അതിനിടയിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള ബില്ലുകൾ കൂടി പരിഗണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കൃത്യമായിട്ട് അതിൽ വാദം കേൾക്കാൻ സാധിക്കില്ല. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 16-ാം തീയതിക്ക് കേസ് മാറ്റിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ 13 ഹർജികളാണ് വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഇതിൽ വാദം കേൾക്കണമെന്ന് ഇന്നലെ കപിൽ സിബൽ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ശരി. താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നേരത്തെ പൂർത്തിയാക്കിയ വാർത്തയിലേക്ക് ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുഹമ്മദ് ബഷീർ, ഈ കേസുകൾ മാറ്റിവെച്ചത് കൊണ്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, മാറ്റിവെച്ചിട്ടില്ല. അടുത്ത ദിവസം എടുക്കുന്നതാണ് പറഞ്ഞത്. അല്ല, നീണ്ടുപോയില്ല എന്നാണ് പറഞ്ഞത്. വക്കീൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു രാവിലെയും. വേറെ എങ്ങനെ നീട്ടി വെച്ചായിട്ട് വേറെ വന്നോ പുതിയത്? ഹലോ, ഇ.ടി. മുഹമ്മദ് ബഷീർ, കൂടുതൽ ഹർജികൾ ഈ കേസിൽ വരുന്നുണ്ടല്ലോ. കേസ് വരുന്നുണ്ട്. അത് അല്ല, അത് എല്ലാം കൂടി ക്ലബ് ചെയ്യും. ഇവര് ചെയ്യാൻ സ്വാഭാവികമായിട്ടാണ് കേസ്. മറ്റേ CA കേസ് അങ്ങനെ തന്നെയായിരുന്നു. ഈ എല്ലാ ഇതും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഇവർ ഹിയറിംഗിലേക്ക് പോവുക. എല്ലാം കൂടി ഒന്നായിട്ട് ഹിയറിംഗ് എടുക്കുക. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിരുന്നത് CA കാര്യത്തിൽ. അവർ ചെയ്യുമായിരിക്കും. ഞാൻ ആരും ഡിസ്കസ് ചെയ്തപ്പോൾ വൈകാതെ തന്നെ ഇത് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ, ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, ഈ മുസ്ലിം ലീഗിന്റെ ഹർജിയിൽ മുനമ്പം വിഷയം പ്രത്യേകമായി പരാമർശിക്കാൻ കാരണം എന്താണ്? അല്ല, അത് ഞങ്ങൾ നേരത്തെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്റ്റാൻഡാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, ഈ മുനമ്പം ഇഷ്യൂവിൽ അവിടെ താമസിക്കുന്ന കുടിയേറുകാരായിട്ട് താമസിക്കുന്ന ആളുകൾ, സാധുക്കളായ അവർക്കൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ട കാര്യം. അത് റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ.